മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാടിൽ ഉറച്ച DMK ഡാം സുരക്ഷിതം എന്ന DMK വക്താവ് TKS ഇളങ്കോവൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഡാം സുരക്ഷിതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കണമെന്നതാണ് DMKയുടെ നയമെന്നും TKS ഇളങ്കോവൻ 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. Increasing the water storage in a dam and the authorities, specialists have said that the dam is strong. They have given a report, presented a report. We don't want Kerala people to get affected. That is not our intention. If it is really not safe, we will support Kerala because we have to save the people. But it is safe. That is what the experts had said. And we need water, that's all. DMK വക്താവ് ഇളങ്കോവനുമായി സംസാരിച്ച ചെന്നൈയിലെ ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഗീസ് തത്സമയം ചേരുകയാണ്. റഗീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ആ വക്താവ് പറയുന്നത്? ശരിക്കും കേരളത്തിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതും നിരാശരാക്കുന്നതും അല്ല തമിഴ്നാടിൻ്റെ ലക്ഷ്യമെന്ന് അടിവരയിട്ട് അദ്ദേഹം പറയുന്നു. മറ്റെന്ത് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്? SKN കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ചെയ്യേണ്ട നിലപാടല്ല DMKയ്ക്ക് ഉള്ളത് എന്ന് പറയുമ്പോഴും അദ്ദേഹം അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഡാം സുരക്ഷിതമാണ്, ഡാമിനൊരു പ്രശ്നവുമില്ല. ഡാമിന് കേന്ദ്ര വിദഗ്ധ സമിതി വന്നു കണ്ട് പഠിച്ചു സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഡാമിന് നിലവിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മേൽനോട്ട സമിതിയാണ്. ആ സമിതി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നിലവിൽ ഡാം സുരക്ഷിതമാണ് എന്ന് DMK പറഞ്ഞു വെക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിൻ്റെ ആശങ്കയായിട്ടുള്ള ഡാം സുരക്ഷിതമല്ല എന്ന വിഷയം പരിഗണിക്കാൻ DMK തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം പ്രത്യേകിച്ച് തമിഴ്നാട് ഭരിക്കുന്നത് DMK ആണ്. DMKയുടെ നിയന്ത്രണത്തിൽ മാത്രമാണ് സർക്കാർ ചലിക്കുന്നത്. മറ്റ് ചെറുകക്ഷികൾക്ക് സത്യം പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള റോളില്ല എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീണ്ടും കൃത്യമായി DMK വക്താക്കൾ പറഞ്ഞു വെക്കുന്നത് ഡാമിന് നിലവിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ്. ഡാമിന് പ്രശ്നമുണ്ടെങ്കിൽ മേൽനോട്ട സമിതി അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് നൽകട്ടെ, അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കാം എന്നുള്ള രീതിയിലാണ് DMK വക്താക്കളൊക്കെയും സംസാരിക്കുന്നത്. പൊതുവിൽ തമിഴ്നാട്ടിലെ എല്ലാ നിയമസഭാ സമ്മേളനം കൂടുന്ന സമയത്തും മുല്ലപ്പെരിയാർ ഒരു ചർച്ചാ വിഷയമാകാറുണ്ട്. ഇത്തവണ AIADMK ഉന്നയിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമെന്നും അദ്ദേഹവുമായി സംസാരിച്ച ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുമെന്നും AIADMKയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മറുപടി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച കോട്ടയത്തെ പരിപാടിക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സ്റ്റാലിനുമായി സംസാരിച്ചത്. ശേഷം ഈ ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് തമിഴ്നാട്ടിന് അനുമതി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു മന്ത്രി കേരളത്തിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ, പ്രകോപനപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ ഡാമിൻ്റെ ഈ ഒരു സംഭരണ ശേഷി അത് 152 ഉയർത്തും, അത് തമിഴ്നാട് ജനതയുടെ ആഗ്രഹമാണ്, അത് DMK സബലീകരിച്ചു നൽകും, തമിഴ്നാട്ടിലെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു വലിയ പ്രസ്താവന ഇത്തരത്തിൽ പെരിയസ്വാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംഭവം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് എത്ര രാഷ്ട്രീയമായി സംസാരിച്ചാലും ഇത് ജനങ്ങളുടെ വിഷയമാണ്, ജനങ്ങൾക്ക് കൃത്യമായി ആശങ്കയുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ച് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം, അതിലൊരു സമന്വയത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. SKN. ഓക്കെ, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയം സജീവമായി ചർച്ചയ്ക്ക് വിഷയീഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.